അർസൽനാക, നബിയെ അങ്ങേ നാം അയച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിനാകമാനം അനുഗ്രഹമായിട്ടല്ലാതെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ലോകത്തേക്ക് നിയോഗിച്ചത് അനുഗ്രഹമായിട്ടാണ്. ആലമീൻ എന്നാ പറഞ്ഞത്. മുഅ്മിനീങ്ങൾക്ക് മാത്രം അനുഗ്രഹമെന്നല്ല, അല്ലെങ്കിൽ മനുഷ്യർക്ക് മാത്രം അനുഗ്രഹമെന്നല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഈ പ്രപഞ്ചത്തിൽ, ഈ അണ്ടകടാഹത്തിൽ, ഈ ലോകത്ത് ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ, സസ്യലതാദികളുണ്ടോ, പുല്ലുപുഷ്പങ്ങളുണ്ടോ, എല്ലാത്തിനും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഗ്രഹമാണെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് റഹ്മത്ത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് ഹുവർ റഹ്മാൻ അർ-റഹ്മാനിർ റഹീം. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു കാരുണ്യവാനാണ്, ഏത് സർവചരാചരങ്ങൾക്കും കരുണ ചെയ്യുന്നവനാണ്. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനായ അല്ലാഹ് അർ-റഹീം. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്ന ആളെ പാരത്രിക ലോകത്ത് സ്വർഗം കൊണ്ട് കരുണ ചെയ്യുന്നവനായ അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. റഹ്മാനും റഹീമുമായ അള്ളാഹു തൻ്റെ ഏറ്റവും ഇഷ്ടഭാജനമായ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന്, അണ്ടകടാഹത്തിന്, സർവചരാചരങ്ങൾക്ക് റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലം. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനെ, മുഅ്മിനത്തെ, നിന്റെ ഖൽബിൽ നിന്ന്, നിന്റെ അധരങ്ങളിൽ നിന്ന് മദീനായുടെ തിരുമുറ്റത്തേക്ക് സ്വലാത്തിൻ്റെ വചനാമൃത് പേമാരി പോലെ പെയ്തൊഴിഞ്ഞില്ല എങ്കിൽ ആ പ്രവാചകന്റെ റഹ്മത്ത് കരഗതമാക്കാൻ നമ്മൾക്ക് സാധിക്കാതെ വന്നു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ലോകത്തിൻ്റെ സബബേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് റഹ്മത്ത്, ലോകം പടക്കാൻ സബബ്. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചിട്ട് ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകല്ലിലേക്ക്, സുൽബിലേക്ക് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറാനിയത്തിനെ ഊതി. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറാനിയത്ത് പടച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാനിയത്താണ് അള്ളാഹു ലോകത്ത് പടച്ച ആദ്യത്തെ വസ്തു. ഈ അണ്ടകടാഹത്തിൽ അള്ളാഹു പടച്ചത് ആദ്യം ആദം നബി അലൈഹിസ്സലാമിനെ അല്ല, ആദം നബിയെ പടക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാനിയത്ത് പടച്ചിട്ടുണ്ട്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പടച്ചിട്ട് ആദം നബി അലൈഹി സ്വലാമിൻ്റെ സുൽബിലേക്ക്, മുതുകല്ലിലേക്ക് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാനിയത്ത് അള്ളാഹു നിറച്ചു. ആ പ്രകാശം അങ്ങ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ സുൽബിലേക്ക് നിറഞ്ഞപ്പോൾ കോടാനിക്കോടി മലായിക്കത്ത് ആദം നബി അലൈഹി സ്വലാമിൻ്റെ പിന്നിൽ വന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാം ചോദിച്ചു, പടച്ചവനെ, ഈ മലായിക്കത്ത് മുഴുവനും എൻ്റെ പിന്നിലാണല്ലോ അണിനിരക്കുന്നത്, അതിനുള്ള കാരണം എന്താണ് അല്ലാഹുവേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആദമേ, നിങ്ങളെ സുൽബിൽ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ നൂറാനിയത്ത് ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു, മൻ ഹുവ, അതാരാണ് റബ്ബേ? ആരാണ് മുഹമ്മദ്? ആരാണ് മുഹമ്മദ്?
അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നു, ആദമേ, അങ്ങയുടെ സന്താന പരമ്പരയിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം ഞാൻ ആർക്ക് വേണ്ടിയാണോ പടച്ചത്, അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം പടക്കാൻ കാരണം അല്ലാഹു ആദം നബിയോട് പറയുന്നുണ്ട്, ആദം നബിയെ, ആ മുഹമ്മദിനെ ഞാൻ പടക്കുമായിരുന്നില്ല എങ്കിൽ ഈ ലോകത്തെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. മുഹമ്മദ് നബിയെ ഞാൻ പടക്കുമായിരുന്നില്ല എങ്കിൽ ഈ ലോകത്തെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിനോട് പറയുന്നു, മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടക്കാൻ ഇങ്ങനെ മുഹമ്മദ് എന്നൊരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ അല്ലാഹു പടച്ചത്. ലോകത്തിൻ്റെ കാരണക്കാരെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങില്ലെങ്കിൽ ഞങ്ങളില്ലല്ലോ നബിയെ. അങ്ങില്ലെങ്കിൽ ഈ സാഗരങ്ങളില്ല, അങ്ങില്ലെങ്കിൽ ഈ പർവ്വതങ്ങളില്ല, അങ്ങില്ലെങ്കിൽ ഈ മേഘക്കീറുകളില്ല, ആകാശ നീലിമയില്ല, ഗോളങ്ങളില്ല, ഉപഗോളങ്ങളില്ല, ഗാലക്സികളില്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികളില്ല. എല്ലാത്തിനും കാരണക്കാരെ സബബേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആദം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹിൻ്റെ റസൂലിനെ അങ്ങ് പരിചയപ്പെടുത്തിയപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, റബ്ബേ, എന്നാൽ ആ പ്രകാശം എൻ്റെ സുൽബിൽ നിന്നെടുത്തിട്ട് എൻ്റെ നെറ്റിയിലേക്കൊന്നാക്കുമോ അല്ലാ? ആ പ്രകാശം എടുത്തിട്ട് എൻ്റെ നെറ്റിത്തടത്തിലേക്കൊന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നൂറാനിയത്ത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ നെറ്റിത്തടത്തിലേക്ക് മാറ്റി. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പരിചയപ്പെടണം. ആരായിരുന്നു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മദീനയുടെ രാജകുമാരൻ. ഇന്ന് ആ പച്ച കുബ്ബക്ക് താഴെ ഉസ്തുവാനകൾക്കിടയിൽ അന്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ ആരായിരുന്നു ആ ലോകത്തിൻ്റെ നേതാവെന്ന് നമ്മൾ തിരിച്ചറിയണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നെറ്റിത്തടത്തിലേക്ക് ആ ഒരു നൂറാനിയത്തിന് അള്ളാഹു കൊണ്ടുവന്നപ്പോൾ പരശതം മലായിക്കത്ത് ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ വന്ന് സാഗര സമാനമായി പരന്നു നിന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സുജൂദു ലി ആദമ, ആദം നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്തോളൂ. ആദം നബിക്കുള്ള സുജൂദ് അത് ആദം നബിയോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമല്ല. ആദം നബിക്ക് ബഹുമാനമല്ല എന്നല്ല, ആദം നബിക്ക് ബഹുമാനമുണ്ട് അലൈഹിസ്സലാം. ആദം നബി അലൈഹി ഇസ്ലാമിനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമല്ല സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. യഥാർത്ഥത്തിൽ സുജൂദ് എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്, അത് വേറെ ഒരു സൃഷ്ടിക്കില്ല. പക്ഷെ അവിടെ ഒരു ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ ഒരു ഷിആർ. നമ്മൾ പഴയ കാലത്തൊക്കെ രാജാക്കന്മാരെ സമീപിക്കുമ്പോൾ അവരെ മുമ്പിൽ ഒന്ന് ശിരസ് കുനിക്കും. ആ ഒരു ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ ആ സാഷ്ടാംഗം ആദം നബിക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ആദം നബിയുടെ മഹത്വം കൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ മഹത്വം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജബ്ഹത്ത്, നെറ്റിത്തടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു വെച്ചു. അത് നൂറെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. മലായിക്കത്ത് മുഴുവനും ഫസജദൂ, എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒഴികെ. എന്തുകൊണ്ടാണ് ഇബ്ലീസ് ആദം നബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാതിരുന്നത്? ആദം നബി അലൈഹി ഇസ്ലാമിനോടുള്ളൊരു വിദ്വേഷം കൊണ്ട് മാത്രമല്ല, ഒരിക്കലും തെറ്റിക്കാൻ കഴിയാത്തൊരു സമുദായത്തെ വാർത്തെടുക്കാനുള്ള ഒരു നൂറാനിയത്ത് ആദം നബിയുടെ നെറ്റിത്തടത്തിലുണ്ട് എന്ന് ഇബ്ലീസ് മനസ്സിലാക്കി, ലഅനത്തുല്ലാഹി അലൈഹി. അതുകൊണ്ട് തന്നെ ആദമിനേക്കാൾ ദേഷ്യം ആദമിൻ്റെ ജബ്ഹത്തിലുള്ള നൂറാനിയത്ത് മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിരുന്നു. അതുകൊണ്ടാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സുജൂദ് ചെയ്യാതിരുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെച്ചോ, ആ മനുഷ്യന് ഓൻ്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല, ദുനിയാവിലും നേടാൻ കഴിയില്ല, ആഖിറത്തിലും നേടാൻ കഴിയില്ല. ഹബീബ്